ആർ ശ്രീജിത്ത് പമ്പയിൽ നിന്ന് തത്സമയം. ശ്രീജിത്ത്, ഇതിൽ ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും അനുമതിയോടെയാണ് ഈ സംഗമത്തിലേക്ക് സർക്കാർ കടക്കുന്നത് എന്നൊരു കരുത്ത് സർക്കാരിനുണ്ട്. ഇന്നിപ്പോൾ വൈകിട്ട് മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് എത്താനിരിക്കുന്നു, പമ്പയിലേക്ക്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായോ? അനുജ, ഒരുക്കങ്ങളെല്ലാം അന്തിമഘട്ടത്തിലാണ്. പ്രധാന വേദിയായ ഈ തത്വമസി ഹാളാണ് ഈ കാണുന്നത്. ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങളടക്കം പോലീസുകാർ വിലയിരുത്തുകയാണ്. ഏതാണ്ട് 3700ഓളം പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമാണ് ഈ പ്രധാന വേദിയിലുള്ളത്. ഇതോടൊപ്പം തന്നെ വിവിധ സെഷനുകളായി നടക്കുന്ന ഡിബേറ്റുകൾക്കായിട്ടുള്ള പ്രത്യേക വേദികളും ഇതിന് പിറകിലൊക്കെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഒപ്പം എത്തുന്ന ആളുകൾക്ക് ഭക്ഷണം നൽകാനുള്ള ഒരു വലിയ പന്തൽ കൂടി ക്രമീകരിച്ചിരിക്കുന്നു. അത്തരത്തിൽ വലിയ സൗകര്യങ്ങളാണുള്ളത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെയും KPMSന്റെ നേതാവായ പൊന്നല ശ്രീകുമാർ അടക്കമുള്ള സാമുദായിക നേതാക്കളെ ക്ഷണിച്ചിട്ടുണ്ട്. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ പ്രതിനിധി അയക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. NSSനെ പ്രതികരിച്ച് വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ ആയിരിക്കും പങ്കെടുക്കുക. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് നേരിയ ശാരീരിക അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം വരുമോ ഇല്ലേ എന്ന കാര്യത്തിൽ ഒരു അന്തിമ സ്ഥിരീകരണമായിട്ടില്ല. എന്തായാലും അദ്ദേഹം എത്തിച്ചേരുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകരുള്ളത്. മലയാളി സമാജമാണ് ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് ഏറ്റവും ഒടുവിൽ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഒരുക്കങ്ങളെല്ലാം അന്തിമഘട്ടത്തിലാണ്. വൈകുന്നേരത്തോടെ മുഖ്യമന്ത്രി എത്തും. തമിഴ്നാട് മന്ത്രിമാർ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ബാക്കി തെലങ്കാനയിലെയും ആന്ധ്രയിലെയും കർണാടക മന്ത്രിമാർക്കും ക്ഷണമുണ്ടായിട്ടും അവർ പങ്കെടുക്കുന്നില്ല എന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന് പമ്പാ തീരം ഒരുങ്ങിയിരിക്കുന്നു. എങ്ങനെയാണ് ഒരുക്കങ്ങൾ? അതിന്റെ അവസാനവട്ട ഒരുക്കങ്ങൾ എപ്രകാരമാണ് എന്നതാണ് ആർ ശ്രീജിത്ത് തത്സമയം വിശദീകരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.